ഇന്ന് നമ്മൾ പോണതേ കോട്ടയത്തേക്കാണ്. നമ്മുടെ ഓട്ടോയ്ക്കല്ലാട്ടോ പോകുന്നത്. വീടിനടുത്തുള്ള കാർ ഓടിക്കാൻ വേണ്ടി പോകുന്നതാണ്. കാർ ഓടിക്കാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കാർ ഓടിക്കാൻ ആളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. നല്ല മഴയുണ്ട് രാവിലെ. അവിടെ പോയിട്ട് വണ്ടിയൊക്കെ സേഫായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടമാണ് കേട്ടോ. ഇതിലൂടെ താഴത്തേക്കുണ്ട് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ കാണുന്നതാണ് സരസ്വതി ദേവി ഇരിക്കുന്ന സ്ഥലം കേട്ടോ. ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയാണ് നിൽക്കുന്നത്. ആളുടെ കയ്യിൽ ചീട്ടൊക്കെ കൊടുത്തിട്ട് നമ്മൾ മേളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ മണലൊക്കെ വിരിച്ചിട്ടുണ്ട്, ഹരിശ്രീക്ക് എഴുതി. ഈ കാണുന്ന ആയിരിക്കുന്നതാണ് സരസ്വതി ദേവി. ഇവിടെയാണ് കുട്ടികളുടെ എഴുത്തിനിരുന്ന സ്ഥലം. തിരക്ക് വളരെ കുറവായിരുന്നു കേട്ടോ. കുറവെന്ന് പറയാൻ പറ്റില്ല, എന്നാലും വലിയ തിരക്കുണ്ടായിരുന്നില്ല. അവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മുകളിലേക്ക് വരികയാണ്. ഇത് അവിടെ സ്ഥിരമായിട്ടുള്ള കുറച്ച് പെട്ടിക്കടകളാണ്. തിരിച്ച് നമ്മൾ പോയിരുന്നവർക്ക് കോട്ടയത്ത് നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ആ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കോട്ടയത്തെ മലയാള മനോരമയുടെ ഓഫീസ്. തിരിച്ച് നാട്ടിലെത്തിയിട്ട് കുത്തുവഴി ബീവറേജിലേക്ക് ഒരു ഓട്ടം വന്നതാണ്. ഇതിൻ്റെ സൈഡിൽ, ഹൈവേയുടെ സൈഡിൽ നിന്ന് ചേട്ടൻ പരസ്യമായിട്ട് മദ്യം കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പോകുന്നത് കോതമംഗലം മലയങ്കീട് ബൈപ്പാസിലുള്ള ഒരു പെറ്റ് ഷോപ്പിലേക്കാണ് കേട്ടോ. വീട്ടിലെ കിളികളുടെ ഫുഡൊക്കെ തീർന്നിട്ടുണ്ട്, അത് മേടിക്കാൻ വേണ്ടി പോകുന്നതാണ്. അവിടെ പുതിയ കുറച്ച് പട്ടിക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ബേഡ്സ്, നല്ല ലവ് ബേഡ്സ് ക്വാളിറ്റിയുള്ള വന്നിട്ടുണ്ട്. കൊക്കട്ടയിലുണ്ട്, ഗോൾഡ് ഫിഞ്ചസ്, പിന്നെ ആഫ്രിക്കൻ ലവ് ബേഡൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു ഓട്ടം കിട്ടിയ ആൾ ഡ്രോപ്പ് ചെയ്തിട്ട് കുറച്ച് മീൻ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.